ചോദിക്കുമായിരുന്നിരിക്കാം, പാർട്ടിയിൽ അത് പറയുമായിരുന്നിരിക്കാം, BS-ഉം ആക്റ്റീവ് ഉണ്ടായിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ചോദ്യം ചെയ്യാല്ല. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോഴത്തെ അവരെ രണ്ടുപേരും മാറ്റി നിർത്താമല്ലോ, അവരവരുടെ ഡ്യൂട്ടി ചെയ്ത് അവർക്ക് സമാധാനവും റെസ്റ്റും വേണ്ട ഒരു പ്രായത്തിൽ രണ്ടുപേരും എത്തിയപ്പം അവരിനി തിരിച്ചു വന്ന് അടിക്കണ്ട, ആരും അടിക്കണ്ട പിണറായി വിജയനെ. SFIയിലോ DYFയിലോ CPM-ലോ ആർക്കെങ്കിലും അവരുടെ സംസ്ഥാന കമ്മിറ്റിയിലൊന്ന് ചോദിച്ചൂടെ? ഞങ്ങളെയൊക്കെ ഗവൺമെൻറ്റിൽ പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്ത SFI പ്രതിനിധികളുണ്ട്. ഞങ്ങളെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് ചോദ്യം ചെയ്ത VS ഉണ്ടായിരുന്നു. ആദ്യത്തെ മൂത്ത മോളുടെ കല്യാണമാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യം നടന്നത്. അത് പള്ളി വെച്ച് നടത്തുന്നതിനെ ചോദ്യം ചെയ്തു. അപ്പച്ചന് അത് കൺവിൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും. അങ്ങനെ എല്ലാത്തിനും. അതുപോലെ VS-ൻ്റെ മകന് ഒരു ബൈക്ക് വേണമെന്ന് അരുൺ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം കേട്ടില്ലെങ്കിൽ നാളെയെങ്കിലും ഇത് അറിയുമല്ലോ. ഞാൻ പറയണത് കള്ളമാണെങ്കിൽ അരുൺ വന്ന് പറയട്ടെ. അരുണിനൊരു ബൈക്ക് വേണം എന്നുള്ള ആഗ്രഹം വന്നപ്പം അപ്പച്ചനോട് ലോറൻസ് അങ്കിൾ ഒന്ന് അച്ഛനോട് പറയണം എന്ന് പറഞ്ഞ് AK സെൻറ്ററിൽ വെച്ച് പറഞ്ഞിട്ട് അപ്പച്ചനത് സെക്രട്ടേറിയറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ അപ്പച്ചൻ VS-ഉമായിട്ട് അന്നും സ്വകാര്യ സംഭാഷണത്തിനൊന്നും അവർ പണ്ട് തൊട്ടേ അവർ ചേർന്ന് പോയിട്ടില്ല. ഒരു കാലത്ത് അവർ ചേർന്ന് പോയതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൂടിയപ്പം പറഞ്ഞു, ഇവരെല്ലാവരും തമ്മിൽ നിങ്ങളൊക്കെ അറിയുന്ന പോലെയല്ല, മക്കളുടെ കാര്യങ്ങൾ വരെ അവിടെ ചർച്ച ചെയ്യാറുണ്ട്. മക്കൾക്കൊരു അഡ്മിഷൻ കിട്ടുമ്പം മക്കളുടെ എല്ലാ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു ചടങ്ങ് ഇതൊക്കെ അവിടെ അവതരിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഇന്ന സാരം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പണ്ടെല്ലാം നടന്നിരുന്നത്. ഇപ്പോഴത്തെ രീതി എനിക്കറിയില്ല, ബിസിനസ്സും കാനഡ എല്ലാം ബ്രാഞ്ച് തുടങ്ങണമെന്നും. അപ്പോൾ ഈ അരുണിൻ്റെ ബൈക്ക് വാങ്ങുന്ന കാര്യം പോലും പറഞ്ഞിരുന്നു. എന്നിട്ട് VS വളരെ സൂത്രത്തിൽ അത് പറഞ്ഞു, ലോറൻസ് പറഞ്ഞതല്ലേ മേടിച്ചേക്കാന്ന്. അതായത് അത് ലോറൻസിൻ്റെ തലയെ വെച്ച് കൊടുത്ത് അപ്പച്ചൻ പറഞ്ഞു, ഇത് പിള്ളേരുടെ ആഗ്രഹമല്ലേ, ഇതൊന്നും വലിയ കാര്യമല്ല, ഒരു ബൈക്ക് മേടിച്ച് കൊടുക്കുന്നതിന് വലിയ കാര്യമല്ല എന്ന്. അതുപോലെ ശിവദാസ മേനോൻ ഏതോ ഒരു ഇന്നോവയോ അന്ന് ഏത് വണ്ടിയോ മേടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ആരോപണം വന്നപ്പം അന്ന് അപ്പച്ചനോട് ഇതുപോലെ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അതൊന്നും വലിയ കാര്യമല്ല. എന്ന് വെച്ചാൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലാവർക്കും വേണമല്ലോ. പറഞ്ഞ പോലെ കാരണത്തടിക്കലൊന്നും എൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ തോന്നിയാസങ്ങൾ നടത്താൻ പറ്റില്ല എന്ന് സെക്രട്ടറി പറഞ്ഞതുപോലെ ഇത് ആരെങ്കിലും ചോദ്യം ചെയ്യേണ്ടതാണ്. ഒന്നും വേണ്ട, വീണയുടെ കാര്യത്തിൽ വീണയ്ക്ക് പഠിച്ചു, ക്വാളിഫൈഡ് ആണ്, അതെങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ സെക്കൻഡറി. വീണ ഒരു ബിസിനസ് തുടങ്ങിയപ്പോൾ അതും വീണയുടെ റൈറ്റാണ്. ഒരു ബിസിനസ് തുടങ്ങണോ ജോലിക്ക് പോകണോ ഒക്കെ വീണയുടെ. പക്ഷെ വീണയുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ AK സെൻറ്ററിൻ്റെ പേര് വെക്കാൻ ആരനുവാദം കൊടുത്ത ആരുടെ? അത് കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. തൈക്കണ്ടി എന്നാണോ അത് പറയുന്നത്? തൈക്കണ്ടി ഫാമിലിയുടെ അല്ലല്ലോ AKG സെൻറ്റർ. ഇവിടുത്തെ ഓരോ സഖാവിൻ്റെയും പാർട്ടി മെമ്പേഴ്സ് 3 ലക്ഷത്തിൽ കൂടുതൽ പേരുണ്ട്. പാർട്ടി അനുഭാവികൾ അതിനേക്കാളും കൂടുതലുണ്ട്. അവരുടെ എല്ലാം ചില്ലിക്കാശ് സംഭാവന കൊടുത്തതും അവരുടെയൊക്കെ ഓരോ ശമ്പളത്തിൻ്റെ ഇത്ര വെച്ച് മേടിച്ചതും പാർട്ടി അനുഭാവികളും അല്ലാത്തവരുമായിട്ടുള്ള സമ്പന്നരോട് സംഭാവന മേടിച്ചും പണിതുയർത്തിയതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും CPM-ൻ്റെയും മിക്ക രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ ഫണ്ടും അങ്ങനെ തന്നെ റേസ് ചെയ്യണം. CPM-ൻ്റെ പ്രത്യേകിച്ചും പാവപ്പെട്ട തൊഴിലാളികൾ കൊടുത്ത ഓരോ തുട്ട് കാശ് വെച്ച് പണിതതാണ് ലെനിൻ സെൻറ്ററും AKG സെൻറ്ററും AKG ഭവനും ഒക്കെ. അതിൻ്റെ അവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ട് വീണയുടെ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആരനുവാദം കൊടുത്തു? പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. ആശാ ലോറൻസ് ഇന്ന് പാർട്ടിയും അതുപോലെ ഇന്ന് സർക്കാരും എല്ലാം പിണറായി വിജയനാണ്. അങ്ങനെ ആരനുവാദിച്ചു കൊടുത്തിട്ടുണ്ട്? സർക്കാരും പാർട്ടിയും. ആര് ചോദ്യം ചെയ്യും? ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ ചോദ്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഓരോരുത്തരെ പിടിച്ച് രാജ്യസഭയിലോട്ടൊക്കെ വിട്ടിരിക്കുന്നത്. രാജ്യസഭ, കോർപ്പറേഷൻ ചെയർമാൻ, മന്ത്രി, PB മെമ്പർ, ഇങ്ങനെ എല്ലാവരും ആക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ ചിന്താ ജെറോം വരെ പോയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഇരിക്കുക. എൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ എൻ്റെ യൂത്തിൽ ആ ഒരു ഏജിൽ പോലും എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്നവരൊക്കെ അതേ സീനിയോറിറ്റി ഉള്ളവരാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിലിരുന്നത്. ചിന്താ ജെറോമിനെ ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. പക്ഷേ അവരെ പോലെ ഒന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്തവരെ ഇരിക്കണ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എൻ്റെ അപ്പനില്ലാത്തതിൽ എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ.